നമുക്കേ ഒരു ക്രീമി സാൽമൺ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ കമോൺ ഗായ്സ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള സാൽമണിൻ്റെ വെള്ളം മൊത്തം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കളയണം. പ്ലേറ്റിൽ വെള്ളം ഉണ്ടെങ്കിൽ അതും കളയണം, കാരണം വെള്ളം ഉണ്ടായാൽ നമ്മൾ മസാല തേക്കുമ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടില്ല, അതുകൊണ്ടാണ്. ഫസ്റ്റ് നമ്മൾ കുറച്ച് ഉപ്പിടാം. ഉപ്പ് സാൽമണിൻ്റെ രണ്ട് സൈഡിലും ആക്കണം. നന്നായിട്ട് ഉപ്പ് തേക്കണം. ഉപ്പ് കൂടി പോകരുത്, കുറഞ്ഞാലും കുഴപ്പമില്ല, കാരണം ക്രീമി സാൽമൺ ആയതുകൊണ്ട് നമ്മൾ ക്രീമിൽ സോൾട്ട് അഡ്ജസ്റ്റ് ആക്കാം ഇൻ കേസ് നമ്മൾ സാൽമണിൽ ഉപ്പുണ്ടെങ്കിൽ. എന്നിട്ട് നമ്മൾ കുറച്ച് പെപ്പർ എടുക്കുക. പെപ്പറും തന്നെ രണ്ട് സൈഡിലും നന്നായിട്ട് തേച്ചെടുക്കുക. പെപ്പർ ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ്, കാരണം ചില ആൾക്കാർക്ക് നല്ല എരിവ് ഇഷ്ടമുണ്ടാവും, ചില ആൾക്കാർക്ക് അത്ര എരിവ് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ എനിക്ക് എരിവ് നല്ല ഇഷ്ടമാണ്, സോ ഞാൻ കുറച്ച് കൂടുതൽ പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട്. പെപ്പർ നല്ല രണ്ട് സൈഡിൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒലിവ് ഓയിൽ എടുക്കുക. ഒലിവ് ഓയിൽ മാത്രം എടുക്കണേ, കോക്കനട്ട് ഓയിൽ എടുക്കരുത്. ഇനി സൺഫ്ലവർ ഓയിലാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഒലിവ് ഓയിലും നമ്മൾ ഉപ്പും കുരുമുളകും നന്നായിട്ട് രണ്ട് സൈഡും തേച്ച പോലെ തന്നെ ഒലിവ് ഓയിലും രണ്ട് സൈഡും നന്നായിട്ട് പുരട്ടേക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം. എന്നിട്ട് അതിലൊരു പാൻ വെക്കുന്നു. പാൻ ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഒരു പീസ് ബട്ടർ ആഡ് ചെയ്യുന്നു. പാന് ചൂടായോ ഇല്ലയെന്ന് നോക്കിയതിന് ശേഷമാണ് ബട്ടർ ആഡ് ചെയ്യാൻ. സോ പാന് ഓൾമോസ്റ്റ് ചൂടായിട്ടുണ്ട്. നമുക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇത്ര പോർഷൻ ഓഫ് ബട്ടറാണ് ആഡ് ചെയ്യുന്നത്. ബട്ടർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ചുകൂടി വലിയ പീസ് ആഡ് ചെയ്യാം. സോ ബട്ടർ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സാൽമണ് അതിലേക്ക് വെച്ചുകൊടുക്കാം. സാൽമണ് എൻ്റെ സാൽമൺ വലുതായതാണോ അതോ എൻ്റെ പാത്രം ചെറുതായതാണോ എന്നറിയില്ല, ഏതായാലും കറക്റ്റ് ഫിറ്റായിരുന്നു. സാൽമൺ ഒരു സൈഡ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. സോ ഗായ്സ്, സാൽമൺ ഓൾമോസ്റ്റ് രണ്ട് സൈഡും കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ഈ സെയിം ബട്ടറിൽ തന്നെ കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു വലിയൊരു സവാള ഫുള്ളുണ്ട്. ഞാൻ ഒരു പീസ് സാൽമണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സാൽമണിൻ്റെ അളവനുസരിച്ച് ഇൻഗ്രീഡിയൻസിൽ മാറ്റം വരുത്താം. ഇനി നമുക്ക് സവാള നന്നായിട്ട് നമ്മുടെ ഈ ബട്ടറിൽ സോട്ടാക്കിയിട്ടിടും. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, എന്നാൽ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഉപ്പ് മിക്സാക്കാം. സവാളയിലേക്ക് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. നെക്സ്റ്റ്, ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ക്രീം ഒഴിച്ചെടുക്കാം. ഫ്രഷ് ക്രീം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പക്കിൻ്റെ ഫ്രഷ് ക്രീമാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഒഴിച്ചെടുക്കാം. എന്നിട്ട് നമ്മളിത് ക്രീം ഒഴിച്ചെടുത്താൽ ഇത് നന്നായിട്ട് തിക്കായി വരും. അപ്പോൾ ആ തിക്ക് കൺസിസ്റ്റൻസിനെ നമുക്കൊന്ന് കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽ ഒഴിച്ചെടുക്കാം. പാല് കൂടി പോകണ്ട, കുറച്ച് ക്രീമി ആയിട്ടിരിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി നിങ്ങൾക്ക് അതെല്ലാം ഇഷ്ടം എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ പാൽ ഒഴിച്ചെടുക്കാം. ഈ ടൈമിൽ നമ്മൾ സോൾട്ട് ചെക്ക് ചെയ്യുക. സോൾട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ, എല്ലാം ഒന്ന് മിക്സായി വരട്ടെ. ആ ടൈമിൽ നമുക്ക് കുറച്ച് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പെപ്പർ പൗഡർ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചാണ് ആഡ് ചെയ്യേണ്ടത്. സ്പൈസ് എത്രത്തോളം ഇഷ്ടമാണോ അത്ര നിങ്ങൾക്ക് ആഡ് ചെയ്യാം, കൂടി പോകരുത്. അപ്പോൾ എനിക്ക് കുറച്ച് സ്പൈസി സംഭവങ്ങൾ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി കൂടുതൽ പെപ്പർ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പാഴ്സ്ലി ലീഫാണ്. അതായത് നമ്മളെ മല്ലിച്ചപ്പിൻ്റെ എല്ലാം ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സംഭവമാണ്. ഇനി ഇത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡ്രൈ ആയിട്ടുള്ളത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അത് ആഡ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഫ്രഷ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനത് ആഡ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ സാൽമൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സാൽമൺ ഇതിൽ നന്നായിട്ട് ഈ ക്രീമിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് ക്രീം എടുത്തിട്ട് സാൽമണിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം. എന്നാലേ ആ ക്രീം സാൽമണിലേക്ക് നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ നമ്മളുടെ സാൽമൺ റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഗായ്സ്.